ഹെഡ്സെറ്റ് വെച്ച് ക്ലിപ്പാണ് കേട്ടോക്ക്. രണ്ടുപേരുടെ ദാമ്പത്യ ജീവിതത്തിൽ മൂന്നാമതൊരാൾക്ക് സ്ഥാനം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ശരി, നമ്മളെയൊക്കെ കേട്ടിരിക്കാൻ കൂടെ ഒരാളുള്ളത് ശരിക്കും പറഞ്ഞാൽ നല്ല സമാധാനം അല്ലേ? നമ്മുടെ വീട്ടിലൊരാളെന്തെങ്കിലും കേൾക്കുന്നതിന് മറുപടി പറയാനാ. നമുക്ക് ഈ പറയുന്നതിൻ്റെ കൂട്ട് ആ ഒരു സ്പേസും അങ്ങനെ കമ്മ്യൂണിക്കേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ഒരു സ്പേസ് ഉള്ള അല്ല അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഒരാൾ വരുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. എന്താ പേര്? ധന്യ. ഇപ്പം ധന്യ എന്ന് പറയുന്ന ക്യാരക്ടറിന് അങ്ങനെ തുറന്ന് സംസാരിക്കാൻ ആളില്ല. അതുകൊണ്ട് അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോഴാണ് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നത്. പേര് ശ്രീകുമാരനുണ്ണി, മറൈൻ എഞ്ചിനീയറാ. പക്ഷെ അതിനെ സൊസൈറ്റി അല്ലെങ്കിൽ അജിത്ത് ഏട്ടൻ എന്ന് പറയുന്ന ആൾക്കാർ നോക്കി കാണുന്നിടത്താണ് പ്രശ്നം ഉണ്ടാകുന്നത്. അവർക്ക് ഒറ്റ ആംഗിളേ ഉള്ളൂ. ഒരാണും പെണ്ണും സംസാരിച്ചാൽ അറിയാലോ, അതാണ് ആ ഒറ്റ കണ്ണേ ഉള്ളൂ. അതിൻ്റെ പ്രശ്നങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതുമായ സംഭവങ്ങൾ, അതെ, ഇന്ന് നടന്ന സംഭവത്തിൻ്റെ അണിയറ പ്രവർത്തനമാണ് നമ്മുടെ ഉള്ളത്. ഡയറക്ടർ, രണ്ട് ആക്ടേഴ്സ്, എല്ലാവർക്കും ABC മലയാളത്തിലോട്ട് സ്വാഗതം. ഡയറക്ടറോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിനിമ എന്താണ് സമൂഹത്തിനോട് പറയുന്ന ഒരു മെസ്സേജ് എന്താണ്? നമ്മുടെ ചുറ്റും ഈ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ രസകരമായ ക്യാരക്ടേഴ്സ്, കുറേ ഇൻസിഡൻറ്റ് അതിൽ നിന്ന് രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള ഒരു നടന്ന സംഭവമാണ്. നമ്മൾ എല്ലാ ഫാമിലിക്കും റിലേറ്റ് ആവുന്ന, എല്ലാവർക്കും കണക്റ്റ് ആവുന്ന കുറേ ഇൻസിഡൻറ്റുകൾ കോർത്തിണക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ളൊരു വിഷയം നമ്മളിതിൽ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ശരിക്കും ഈ നടന്ന സംഭവം എന്ന് പറയുന്നത്. എസ്പെഷ്യലി സ്ത്രീകൾക്ക് നമ്മളുടെ വീടുകളിൽ കിട്ടേണ്ട സ്പേസിനെ പറ്റിയിട്ടാണെങ്കിലും അവരുടെ സൗഹൃദങ്ങളുടെ നമ്മൾ തീരുമാനിച്ച ചില ബാരിക്കേഡുകളുണ്ട്. അതിനെയെല്ലാം ഓപ്പൺ ഒരു ഡിസ്കഷനിലേക്ക് നയിക്കുന്ന കുറേ ഇൻസിഡൻറ്റുകൾ സിനിമയിലുണ്ട്. സോ ഉറപ്പായിട്ടും ഇപ്പോൾ സിനിമ കണ്ടവരും എല്ലാവരും പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രസകരമായ രീതിയിലാണ് സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ ഈ സമയത്ത് പറയേണ്ട കൃത്യമായ ഒരു ടോപ്പിക്ക് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും കണക്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ലിങ്കൻ്റെ ക്യാരക്ടർ ബേസിക്കലി അയാൾ വളരെ സീരിയസ് ആയിട്ട് ആ ഒരു സൗഹൃദത്തിൽ നിന്ന് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും പുള്ളി വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മളതിനെ ട്രീറ്റ് ചെയ്തേക്കുന്ന വിധമാണെങ്കിലും ഒരിക്കലും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത് ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ, ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലല്ല. പുള്ളിയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. നമ്മളെ ക്യാരക്ടറിനെ സ്കെച്ച് ചെയ്തേക്കുന്നത് തന്നെ അങ്ങനെയാണ്. പുള്ളിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ പറയുന്നതിനോട്ട് അപ്പുറത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയണം, ഇപ്പുറത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയണം. അതുവഴി പുള്ളിക്ക് ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും പുള്ളി ഫോഴ്സ്ഡായിട്ട് ചെയ്യുന്നതല്ല. ചില വ്യക്തികളുണ്ടല്ലോ നമുക്ക് ചുറ്റും കാണാൻ പറ്റും, ചില ക്യാരക്ടേഴ്സ് ഏത് സൗഹൃദങ്ങളിലും അങ്ങനെയൊക്കെ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാകും. അവർ ആലോചിച്ച് കോൺഷ്യസ് ആയിട്ട് ചെയ്യണമെന്നില്ല, അവർ ഇൻബോണായിട്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അത് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഇപ്പോൾ അജിത്തേട്ടനൊക്കെ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്. പിന്നെ അവർ കണ്ടെത്തുന്ന ടോപ്പിക്കാണെങ്കിലും ഈ അജിത്തേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ലെയറുണ്ട്. ഇപ്പോൾ പുള്ളി ഫോൺ എടുത്ത് ആദ്യം പറയണം അജിത്തേട്ടനാന്ന് പറയും. നമ്മളാരും അങ്ങനെ പറയാറില്ല, കാരണം അത്രയും ഡോമിനേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടെ സദസ്സാണ് ഇതെല്ലാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈവൻ പുള്ളിയെ ഫാമിലിയെ കാണുന്ന വിധം പോലും, പുള്ളിക്ക് വൈഫുണ്ട്, കുഞ്ഞുണ്ട്, അവർക്ക് വേണ്ട എല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അജിത്തേട്ടന് ഒരു തോട്ടുണ്ട്, ദേ ആർ മൈ പ്രോപ്പർട്ടീസ് എന്ന്. അവിടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരാളെ പെട്ടെന്ന് നമുക്ക് വീഴ്ത്താൻ എളുപ്പമായിരിക്കും, പ്രത്യേകിച്ച് ലിങ്കിനെ പോലൊരു ക്യാരക്ടറിന്. അപ്പോൾ ശരിക്കും പുള്ളി പറയുന്ന പല കാര്യങ്ങളും അജിത്തേട്ടൻ സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. അതുവഴിയാണ് സിനിമയിൽ പല പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നത്. ഫാമിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ സെക്ഷൽ വെൽനെസ് എന്ന് പറയുന്നതും. അപ്പം ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരു ചെറുതായിട്ട് നമ്മൾ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്. അതിനെ ഒട്ടും വൾഗർ അല്ലാത്ത, പക്ഷെ എന്നാൽ ഒരു എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ക്യാരക്ടർ ഇതിനകത്ത് പ്രിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. നമ്മളൊരു താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിൽ കുറേ ഭാര്യമാരുണ്ട്, കുറേ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അതിനകത്ത് ഒരു സ്ത്രീ കഥാപാത്രമാണ് എൻ്റെ. അപ്പോൾ ഞാനും ലിജോ മോളും ഞങ്ങൾ കുറച്ചുകൂടെ ക്ലോസ് ആണ്, ഞങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ സംസാരിക്കുന്ന ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഞങ്ങൾ വളരെ ഞങ്ങൾ പ്രൈവറ്റ് സ്പേസിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന ഒരു കാര്യം ആണ് അത് പുറത്തേക്ക് എത്തുന്നതും
അത് എല്ലാവരും അറിയുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന കുറേ സംഭവങ്ങളും ഒക്കെയാണ് ഇതിനകത്തോടെ പോകുന്നത്. ഓക്കെ, ഡിവോഴ്സ് റേറ്റ് ഈ സമയത്ത് കൂടുതലാണെന്ന് പറയുന്നുണ്ടല്ലോ. എന്തായിരിക്കും കാരണം? കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാർ സോഷ്യൽ കണ്ടീഷനിങ്ങിന് വളരെയധികം അതിനകത്ത് പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്കിപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യമാണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണെങ്കിലും ഇപ്പോൾ ഫൈനാൻഷ്യൽ ആസ്പെക്റ്റിലാണെങ്കിലും അവർ അയാളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു രീതിയിലും അവിടുന്ന് വിട്ടുപോകാൻ പറ്റാതെ സഹിച്ച് ജീവിച്ച ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും അവർക്ക് ചിലപ്പം ഡിവോഴ്സിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എടുത്തൊരു തീരുമാനം പെട്ടെന്ന് ഇപ്പോൾ കുട്ടികളുണ്ടാവാം, അപ്പോൾ അവരെയൊക്കെ നോക്കേണ്ട ഒരു അവസ്ഥ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അന്നത്തെ ആൾക്കാർ സഹിച്ചു നിന്നത്. പക്ഷേ ഇന്നത്തെ സ്ത്രീകൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടെ അവർ എന്താ പറയുക, ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള പല സാധ്യതകളും നമുക്ക് ഇന്നത്തെ സമൂഹത്തിലുണ്ട്. അനഘ അല്ലേ, ആ റോളൊന്ന് വിശദീകരിക്കാമോ? എങ്ങനെയാണ് വിശദീകരിക്കാൻ സെയിൽസ് ഗേൾ ആയിട്ടാണ് വരുന്നത്. അപ്പം എങ്ങനെ ഒരു ബുക്ക് സെല് ചെയ്യാൻ വരുന്നതും അപ്പോൾ ആൾക്കൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ പിന്നെ അപ്പം ഈ ഹൗസിംഗ് കോളനിയിലേക്ക് പുറത്തുനിന്ന് വരുന്നൊരു ക്യാരക്ടറാണ്. അപ്പം ആ സിറ്റുവേഷൻ പിന്നെ ഒരു പ്രോബ്ലം ആവുകയും അത് പിന്നെ പോലീസ് സ്റ്റേഷൻ അങ്ങനെ അതിൻ്റെ ഓരോ കേസസിലൂടെ പോകുന്നതാണ് എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയും. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സ്ത്രീകൾ മറ്റുള്ളവരോട് തുറന്ന് പറയാതെ ഇരിക്കുന്ന പല സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ വീട്ടിൽ ആണെങ്കിൽ പോലും നമുക്കത് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ കേൾക്കണമെന്നില്ല. ഈ സിനിമ കണ്ട് ഇറങ്ങുന്ന ഒരു പ്രേക്ഷകന് അതൊരു ക്ലാരിറ്റി വരുത്തക്ക രീതിയിലാണോ സിനിമയുടെ ഒരു നിർമ്മാണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ സിനിമ കണ്ട പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത്. സോ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആണുങ്ങൾ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നു, ഒരു പ്രഷർ ടെൻഷൻ ഉണ്ടാകുന്നു, നമ്മൾ 2 ഫ്രണ്ട്സിനെ വിളിക്കും, 2 പെഗ് കഴിക്കുമായിരിക്കും, ഹാപ്പി ഗോയിങ്, പിറ്റേന്ന് ചില്ലായിട്ട് പോകും. അപ്പോൾ ഈ അജിത്തേട്ടനെ പോലെ ഹസ്ബൻഡുള്ള ഭാര്യമാർ അല്ലെങ്കിൽ സ്ത്രീകൾ അവർ ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഇത് ആരോട് ഓപ്പണായിട്ട് സംസാരിക്കാനോ അവരെ കെയർ ചെയ്യാനോ ആരും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരെന്താണ് ചെയ്യുക? അവർ ഈ 4 ചുവരിൻ്റെ ഉള്ളിൽ എന്താ പറയുന്നത് പെട്ട് കിടക്കുകയാണ്. അങ്ങനൊരു സാഹചര്യത്തിലാണ് നമുക്കിപ്പം എല്ലാം ഓപ്പണായിട്ട് എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ടേക്ക് എത്തും. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ എൻജോയ് ചെയ്യും. പക്ഷെ അതിനെ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളിടത്താണ് ചോദ്യം വരുന്നത്. അത് നമ്മളുടെ കാഴ്ചകൾ പോലിരിക്കും. നടന്ന സംഭവമായിട്ട് നമ്മുടെ നടക്കുന്ന ജീവിതമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. അതിൽ ഏറ്റവും വലിയ സാമ്യമാണ് ഒരു പക്ഷേ പുരുഷന്മാരുടെ സൗഹൃദങ്ങൾ അവർ അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ അത് മറ്റുള്ളവർ കാണുന്നതും വളരെ പ്യുവറായൊരു മെൻറ്റാലിറ്റി വെച്ചായിരിക്കും. പക്ഷെ സ്ത്രീകളുടെ അത് കസിൻസ് ആണെങ്കിൽ പോലും ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അത് മറ്റുള്ളവർ അവതരിപ്പിക്കുമ്പോഴോ അവർ കാണുമ്പോഴോ അത് വേറൊരു മെൻറ്റാലിറ്റിയോടെയാണ് കാണുന്നത്. എന്തെങ്കിലും സ്ത്രീകൾക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേറ്റഡ് ആണോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് വേറെ മറ്റെല്ലാ ആവശ്യങ്ങളാണോ എന്ന രീതിയിലാണ് പൊതുവേ നമ്മുടെ പൊതുവെയുള്ള സമൂഹത്തിലെ ആളുകൾ കാണുന്നത്. ഒരു പക്ഷേ ഈ സിനിമയും അത്തരത്തിലുള്ളൊരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് റിയൽ ലൈഫിൽ ഞാൻ ചോദിക്കാം, ഇതിപ്പോൾ നടന്ന സംഭവം വിട്, റിയൽ ലൈഫിൽ ആദ്യയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെ ഒരു സാധനം ഫേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ജീവിതത്തിൽ? എനിക്കത് ഉണ്ടായിട്ടില്ല. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും അമ്മയും അച്ഛനും എനിക്ക് അങ്ങനത്തെ ആ ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിൽ വളർന്നൊരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് നല്ല ഫ്രീഡം തന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇപ്പം മെയിൽ ഫ്രണ്ട്സ് ആണെങ്കിലും ഗേൾസ് ഫ്രണ്ട്സ് ആണെങ്കിലും ഒരേപോലെയാണ് ഞാൻ അവരെ കണ്ടിട്ടുള്ളത്. അപ്പം എൻ്റെ പേരൻസ് ആണെങ്കിലും അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. അപ്പം എനിക്കിപ്പം എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ബട്ട് ഇപ്പം ഞാനൊരു റിലേഷൻഷിപ്പിലാവും അല്ലെങ്കിൽ കല്യാണം കഴിക്കുവാണെങ്കിൽ എൻ്റെ പാർട്ട്ണറും അതേപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് അതേപോലെ തന്നെ ഈക്വലായിട്ട് കാണുന്ന ഒരാളെ ഞാൻ ചൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു കണ്ടീഷനിങ് ഉണ്ടായിട്ടില്ല. ഓക്കെ, ഡയറക്ടർക്ക് നടന്ന സംഭവം സ്വന്തം ജീവിതത്തിൽ എന്താണ് അനുഭവം? ഇല്ലില്ല, നമ്മളെല്ലാവരോടും വളരെ എങ്കിൽ പോലും ഒരു ഡയറക്ടർ എന്ന നിലയിൽ പലപ്പോഴും സംവിധാനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല സീൻസ് അവിടെ സംഭവിക്കാം. ഒരു ഭാര്യമാരുടെ ആണെങ്കിലും അവർ തമ്മിൽ സൗഹൃദമാണെങ്കിലും പലപ്പോഴും അത് അവിടെ അപ്ലൈ ചെയ്യേണ്ട സാഹചര്യം വരാം. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പേഴ്സണൽ ലൈഫിൽ നിന്നൊന്നും ഇതിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ കഥ രൂപപ്പെടുകയും ഇത് എഴുതി വരുന്ന സമയത്ത് തന്നെ നമ്മളുടെ ചുറ്റുമുള്ള പലരുടെയും ലൈഫിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഇൻസിഡൻ്റാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നൊരു, കാരണം ഞങ്ങൾ വളരെ ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫാണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ വൈഫ് തന്നെയാണ്. സോ അതുകൊണ്ട് അങ്ങനെ പേഴ്സണലായിട്ട് എനിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അറിയിക്കോ എന്തെങ്കിലും സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ? എനിക്ക് പേഴ്സണൽ ലൈഫിൽ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ ലൈഫൊക്കെ പറയുമ്പോൾ ഇപ്പോൾ റിലേഷൻഷിപ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം എൻ്റെ ഫീമെയിൽ ഫ്രണ്ട്സ് വേറെ ഒരു മെയിലായിട്ടൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ അവരുടെ പേഴ്സണൽ റിലേഷൻഷിപ്സിനെ ബാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ബിക്കോസ് ആ മറ്റേ ആൾക്കുള്ള മെയിൽ ഈഗോസ് ആവാം, ഇല്ലെങ്കിൽ അവനോട് അത്ര കൂട്ട് വേണ്ട. അപ്പം അങ്ങനെ കുറേ റിലേഷൻഷിപ്സിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്.
സോ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഈ സിനിമയിലും. ലൈക്ക് ഇതിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം പെൺകുട്ടികളുടെ ഫ്രണ്ട്ഷിപ്സ് എപ്പോഴും ഗോസിപ്പും കാര്യങ്ങളും ആണ് എന്നാണ് നമുക്ക് പൊതുവേ ഉള്ള ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. പക്ഷേ എന്താ പറയുക, ഇപ്പം എനിക്ക് ഒത്തിരി മെയിൽ സുഹൃത്തുക്കളുള്ള ആൾക്കാർ, അപ്പോൾ അവരുടെ ഇടയ്ക്ക് പോലും നല്ലപോലെ ഗോസിപ്പ് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഈ സിനിമയിൽ നന്നായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഈ സിനിമ ഫസ്റ്റ് ഹാഫ് തൊട്ട് ലൈക്ക് ആണുങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ചർച്ചകളെല്ലാം നല്ലപോലെ ലൈക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്, എന്തൊക്കെ പരദൂഷണങ്ങളാണ് ഇവർ പറയുന്നത്. അപ്പം ആ പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് മാത്രമല്ല, പെണ്ണുങ്ങൾ 4 പേരില്ലെങ്കിൽ ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമല്ല ഈ പരദൂഷണം ഉണ്ടാവുന്നത് എന്നൊരു വലിയൊരു സ്റ്റീരിയോ ടൈപ്പ് ഈ സിനിമയ്ക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതെ, ഈ ട്രെയിലർ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്തൊരു വേർഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഉപ്പൻചാക്ക് ചുമന്ന് പോവാന്ന് പറയുന്നത്, അത് ശരിക്കും ഒരു സ്ത്രീവിരുദ്ധത നിറഞ്ഞൊരു ഡയലോഗല്ലേ ശരിക്കും? അതെ, ഇപ്പോഴും ഇൻസൾട്ടിനെ ജോക്കായിട്ട് പറയുന്ന ഒത്തിരി ആൾക്കാർ ഇന്നും ഉണ്ട്. ഇപ്പം എന്താ പറയുക, എൻ്റെ കൂടെ പഠിച്ചവർ പോലും പലതും പറയുമ്പോൾ അത് തമാശയല്ലേ, തമാശയ്ക്ക് അത് എടുത്തുകൂടി, അത് ഇൻസൾട്ട് ആണെന്ന് തിരിച്ചറിവില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. സോ എനിക്ക് ആ ഒരു സീൻ അതുപോലെ റിലേറ്റ്. അല്ല, ഇത് സിനിമയിൽ പറയുന്നതുകൊണ്ട് എനിക്ക് തെറ്റൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ആ അജിത്തേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ അങ്ങനെയാണ്. അയാളുടെ സംസാരവും ഈ പറയുന്ന വൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡും എല്ലാം അതിനകത്ത് കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. അത് ഉറപ്പായിട്ടും ഈ ചോദ്യം ചോദിച്ചതുപോലെ തന്നെ ആ സ്ത്രീക്ക്, ധന്യ എന്ന് പറയുന്ന ക്യാരക്ടറിന് അത് ശരിക്കും കൊള്ളുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് എക്സ്പ്രഷൻ ഉൾപ്പെടെ കാണിക്കുന്നു. അതെ. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ ബോഡി ഷേമിങ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞത് വേണം. പക്ഷേ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ എല്ലാവരെയും നന്മമരാക്കി കാണിക്കാൻ പറ്റില്ല. നമ്മൾക്ക് അത്തരം കോൺഫ്ലിക്റ്റിലുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോഴേ നമുക്ക് ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റും. സോ അത് ആ ക്യാരക്ടർ ആ സാഹചര്യത്തിൽ മറ്റൊരു ക്യാരക്ടറിനോട് പറയുന്നതാണ്. അതിനകത്ത് എനിക്ക് ഒരുവിധ ഡൗട്ടും ഉണ്ടായിട്ടില്ല. ശരിക്കും നമ്മൾ കാണുന്ന മുഖങ്ങളൊന്നും ചിരിച്ച മുഖങ്ങളല്ല. നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരെ അഭിനയിക്കുകയല്ലേ സൊസൈറ്റിയുടെ മുമ്പിൽ. നല്ല പേരാണ്, നല്ല കപ്പിളാണെന്ന് ഒരുപാട് പേര്. കാരണം അതിനകത്ത് ഭൂരിപക്ഷം പേരും ഉള്ളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവർക്കാരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ സ്പേസിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് നല്ലൊരു സൗഹൃദമില്ല. ഇപ്പോൾ കല്യാണം എത്രയോ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന് ശേഷം അവരുടെ ഉണ്ടായിരുന്ന ഒരുപാട് സൗഹൃദങ്ങൾ കട്ടായി പോയിട്ടുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ഇപ്പുറത്താണ്, ഭൂരിപക്ഷം സ്ത്രീകളുടെ ഭാഗത്താണ് അത് കട്ടായി പോയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഹസ്ബൻഡായി, കുട്ടികളായി, അവരുടെ കാര്യങ്ങളായി, മനസ്സിലായില്ലേ? പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റില്ല പല സാഹചര്യങ്ങൾ കൊണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം ഈ സിനിമ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഫാമിലിക്ക് ഇത് ഭയങ്കര രസകരമായിട്ട് കണക്ട് ആവുന്നത്. അതെ, ശരിക്കും അത് ആർക്കാണിത് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ആവാന്ന് കരുതിയാൽ ഒരു പക്ഷെ സ്ത്രീകൾക്കായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു ഐ ഓപ്പൺ ചെയ്യുന്നത് പുരുഷന്മാരെ ആയിരിക്കും, സ്ത്രീകളുടെ ആയിരിക്കും. കാരണം സ്ത്രീകൾ ഓൾറെഡി ഐ ഓപ്പൺ ആണ്. പക്ഷെ പുരുഷന്മാരെ ആയിരിക്കും കുറച്ച് അടഞ്ഞിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു പല ടൈപ്പ് ഓഫ് സാഹചര്യങ്ങളായിരിക്കാം പറഞ്ഞു വരുന്നത്. എങ്കിൽ പോലും ബേസിക്കലി ഒരു ഇമോഷൻ എന്ന് പറയുന്നത് അവിടെ ക്രിയേറ്റ് ആവുന്ന സ്ത്രീകൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നവും. ഇപ്പോൾ പുരുഷന്മാർ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലോട്ട്സ് ഓഫ് ഓപ്ഷൻ ഉണ്ട്. സ്ത്രീകൾക്ക് ഇല്ല എന്നല്ല പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് അത് കിട്ടും ഓപ്ഷൻ. ഇപ്പം നമ്മൾ ഏതൊരു സുഹൃത്തിൽ നിന്ന് കാണുമെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും. ഇപ്പം സ്ത്രീകൾക്ക് പല കാര്യങ്ങളുണ്ടാവും. കുട്ടികളുണ്ടാവുമായിരിക്കും, മറ്റേ വീട്ടിൽ മറ്റേ കാര്യങ്ങൾ. ഇപ്പം രാത്രി ആയി കഴിഞ്ഞാൽ ഇറങ്ങി പോകുന്നൊരു ഒന്നും ചെയ്യാൻ പറ്റില്ല. സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്ന 2 കഥാപാത്രങ്ങൾ, സുരാജേട്ടനും ബീച്ചേട്ടനും. എന്തുകൊണ്ടായിരിക്കും ഇവർ 2 പേരെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം? ഇപ്പോൾ നമ്മൾ ആദ്യം ഈ കഥ പറയുന്നത് ബീച്ചേട്ടൻ്റെ അടുത്താണ്. കാരണം ഈ കഥ ഞാൻ കേൾക്കുമ്പോഴും അതിൻ്റെ ഒരു ആലോചനയിലൊക്കെ ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലവബിളാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, എല്ലാവരോടും ഭയങ്കര രസകരമായിട്ട് സംസാരിക്കുന്ന. സ്വാഭാവികമായിട്ടും ബീച്ചേട്ടനെ പോലെ ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്യാരക്ടർ എസ്റ്റാബ്ലിഷിന് അധികം പണിയെടുക്കേണ്ട കാര്യമില്ല. കാരണം പുള്ളിയെ പറ്റി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. പിന്നെ ഭയങ്കര രസകരമാണ് പുള്ളിയുടെ ഭയങ്കര കേക്ക് വാക്കായിട്ടാണ് പുള്ളി ഇതിനെ ചെയ്തിട്ടുള്ളത്. സുരാജേട്ടനിലേക്ക് എത്തുമ്പം, കാരണം ഈ സുരാജേട്ടൻ്റെ അജിത്തേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ സട്ടിലായിട്ട് കടന്നു പോകേണ്ട കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. അതായത് അദ്ദേഹം സീരിയസ് ആയിട്ട് അത് ചെയ്യുകയും അത് ആ അവസ്ഥ കണ്ടിട്ട് നമുക്ക് ചിരി ഉണ്ടാവുകയും വേണം. അപ്പം അങ്ങനത്തെ ഒരു ആലോചനയിലാണ് നമുക്ക്. മാത്രമല്ല ഇത് വളരെ ഈക്വലായിട്ട് ഫേസ് ടു ഫേസ് നിൽക്കേണ്ട ഒരു 2 ക്യാരക്ടേഴ്സാണ്. മാത്രമല്ല ഇവർ 2 പേരുടെ കോമ്പിനേഷൻ മുമ്പ് പല സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു ഹ്യൂമറും മറ്റ് പല കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണ് ഇത്. പക്ഷേ ഈ സിനിമയിലാണ് ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്നതും ഇവരുടെ ഒരു കെമിസ്ട്രി നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്നു. അങ്ങനെയുള്ള ആലോചനയിലാണ് ഈ 2 ക്യാരക്ടർ ഇവർ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ കൊണ്ട് ഈ കോമ്പിനേഷൻ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോൾ സിനിമ കാണുമ്പോഴും പ്രേക്ഷകർക്ക് അതുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യം വളരെ സിമ്പിളാണ്. അവർക്ക് വലിയ വീടോ വലിയ കാറോ പറമ്പോ വസ്തുവോ ഒന്നുമല്ല വേണ്ടത്. അവരെ കേൾക്കാൻ ഒരാൾ, മനസ്സിലായില്ലേ? അവരുമായിട്ട് സംസാരിക്കാനും ഷെയർ ചെയ്യാനും കെയർ ചെയ്യാനും ഒരാൾ,
അത് മാത്രം മതി. ഓക്കെ, അങ്ങനെ ഒരാളില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അതാണ് ധന്യയുടെ ക്യാരക്ടറിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരു ക്യാമറ വെച്ചാൽ എന്തായിരിക്കും കാണുക, ആ രീതിയിലാണ് സിനിമ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതും. ഇപ്പോൾ കാണുന്ന പ്രേക്ഷകരാണെങ്കിലും ഇപ്പോൾ നമുക്ക് വരുന്ന കോൾസ് ആണെങ്കിലും എല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ഉറപ്പായിട്ടും ഹസ്ബൻഡും വൈഫും കുട്ടികളുമായിട്ട് പോയി കാണേണ്ട സിനിമയാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് വരുന്ന റെസ്പോൺസ്. നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണ്, അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. എന്റർടൈൻമെന്റ് വാർത്തകൾക്കും സിനിമാ ലോക വിശേഷങ്ങൾക്കും ABC സിനി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക.